ഡോക്ടർ കെ ജയപ്രസാദ്, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ചില മുൻകാല പ്രവർത്തികളിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഓരോ പാർലമെൻറ്റ് സമ്മേളനവും നടക്കുമ്പോൾ അതിനു മുൻപായി രാഹുൽ വിദേശ സന്ദർശനം പതിവാണ്. ഇത്തവണയും അതുണ്ടായി. ഈ കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഓരോ അലിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഏകപക്ഷീയമായി ഒരു തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കും, പാർലമെൻറ്റ് ദിവസങ്ങളോളം പ്രക്ഷുബ്ധമാക്കും. അങ്ങനെ ഒരു തരത്തിലുള്ള പാർലമെൻ്ററി നടപടികൾ ഫുൾഫിൽ ചെയ്യാനാകാത്ത വിധത്തിൽ അവിടെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് രാഹുൽ കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ പാർലമെൻറ്റിൽ നേരത്തെ ഹിൻഡൻബർഗ് എന്നൊക്കെ പറഞ്ഞ് അദാനി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം എത്രയോ സഭാ സമ്മേളനങ്ങൾ കലുഷിതമാക്കി. ഇപ്പോൾ അതും പോരാഞ്ഞ് പുറത്തൊരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് വീണ്ടും അതേ പല്ലവി തന്നെ പ്രതിപക്ഷ നേതാവ് തുടരുകയാണ്. കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ചർച്ച പോലും പാർലമെന്റിൽ നടത്താൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പരാജയത്തെയല്ലേ കാണിക്കുന്നത്? അതെ, ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഈ കഴിഞ്ഞ 25-ാം തീയതി നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിൽ ഏർപ്പെട്ട കരാറും, അത് ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ കുട്ടികൾ ഉന്നയിച്ച 3 വിഷയങ്ങളിലും എഗ്രി ചെയ്യുകയും യാതൊരു ഈഗോയും കൂടാതെ ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിച്ചൊരു വിഷയത്തിൽ ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ സമരം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകുത്തിയായി മാറിയത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷവുമാണ്. കാരണം കഴിഞ്ഞ മെയ് 3-ാം തീയതി നടന്ന പരീക്ഷയിൽ 4-ാം തീയതി ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടായതായിട്ട് സർക്കാരിൻ്റെ, അതായത് മാധ്യമങ്ങളോ മറ്റൊരു ഏജൻസികളുമല്ല, അതായത് രാജസ്ഥാൻ ക്രൈംബ്രാഞ്ചും അതുപോലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള നേതൃത്വവുമാണ് ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടായതായി തിരിച്ചറിയുകയും അങ്ങനെ മെയ് 12-ാം തീയതി പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സമയത്തൊന്നും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ യുവജന സംഘടനകളും ഒന്നും തന്നെ കാര്യമായ പ്രതിഷേധത്തിന് വന്നില്ല. ചില ഫോർമലായിട്ടുള്ള ചില ചടങ്ങ് സമരങ്ങൾ നടന്നു പോയതേ ഉള്ളൂ. അപ്പം അതിനുശേഷം മെയ് 15-ാം തീയതി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് 16-നാണ് അഭിജിത്ത് ദീപക് എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത്, പാർട്ടിയുടെ ഉദയവും. അതിനുശേഷം ജൂൺ 6-നാണ് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ നേതാവ് 2-3 ചടങ്ങുകളിൽ പങ്കെടുത്തു. അതിനുശേഷം ജൂൺ 17-ാം തീയതി കോട്ടയിൽ, രാജസ്ഥാനിലെ കോട്ട നമുക്കറിയാം എൻട്രൻസ് പരീക്ഷയുടെ ഒരു കേന്ദ്രമാണ്, അവിടെ ഒരു വലിയൊരു കോൺക്ലേവിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഏതാണ്ട് 20 ദിവസം ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷനായി. അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് കോൺഗ്രസ്സിന് പോലും അറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് സമരം നടത്തേണ്ടത്. ഈ സമയത്ത് നമ്മുടെ പാർട്ടികൾ വരികയും ജന്തർ മന്ദറിൽ നിരാഹാര സത്യാഗ്രഹം ജൂൺ 28 മുതൽ നടക്കുകയും ചെയ്തു. ആ സമയത്തൊന്നും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ തന്നെ ഇല്ല. അപ്പം കോൺഗ്രസും പ്രതിപക്ഷവും പൂർണ്ണമായി പരാജയപ്പെട്ട സ്ഥാനത്താണ് യുവാക്കളുടെ ഒരു മുന്നേറ്റമുണ്ടാകുന്നത്. സർക്കാർ മുട്ടുമടക്കിയതല്ല, ശരിക്കും ഒരു പോസിറ്റീവായ സ്റ്റാൻഡ് എടുത്തത്. കാരണം ഇത് 22 ലക്ഷം കുട്ടികൾ എഴുതി അവരുടെ കുടുംബങ്ങളെ ബാധിച്ചൊരു വിഷയമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് ആ പരീക്ഷയിൽ കുട്ടികൾക്കുണ്ടായ വേദന, അവർക്കുണ്ടായ വേദനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാലും പുനഃപരീക്ഷ നടത്തി കുറ്റമറ്റ രീതിയിൽ പുനഃപരീക്ഷ നടത്തുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ മുന്നിലെ പ്രഖ്യാപിത ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 21-ാം തീയതി പുനഃപരീക്ഷ നടത്തുകയും ജൂലൈ 16-ന് റിസൾട്ട് വരികയും ചെയ്തു. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമരങ്ങളൊക്കെ നടക്കുന്നത് ഈ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടക്കുകയും റിസൾട്ട് കഴിഞ്ഞ് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ എന്നാൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഉന്നയിച്ച വിഷയത്തിൽ ബഹുജന പിന്തുണ ലഭിച്ചത്. പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഒരു സമര വിഷയമായി എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടുണ്ടായത് ഈ ചർച്ചയിലൊന്നും പ്രതിപക്ഷമില്ല. നമ്മളറിയേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും രജിസ്റ്റർ ചെയ്യാത്ത മെയ് 16-ന് മാത്രം രൂപപ്പെട്ട ഒരു പാർട്ടിയെ, അല്ലെങ്കിൽ ആ യുവജന മുന്നേറ്റത്തുമായി ഗവൺമെൻറ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഡയറക്റ്റായിട്ട് 3 ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഒത്തുതീർപ്പാകുന്നത്. ഇവിടെ ഒന്നും തന്നെ പ്രതിപക്ഷമില്ല. ഇത് പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി തുടരാൻ അവകാശമില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാരും സമ്മതിക്കും. അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ജനങ്ങളെ ബാധിച്ചൊരു വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വമെടുത്ത നിഷേധാത്മകമായ സമീപനം. ജന്തർ മന്ദറിൽ ജൂൺ 22-ന് നടത്തിയ സമരത്തിൽ ഏതാണ്ട് ജൂലൈ 20 വരെ രാഹുൽ ഗാന്ധി ആ ഭാഗത്ത് പോലും പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ ചരിത്രം നമ്മൾ നോക്കുമ്പോഴേ കഴിഞ്ഞ 17-ാം
പാർലമെൻറ്റ് മുതൽ, അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 16-ാം പാർലമെൻറ്റിൽ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ പാർലമെൻറ്റ് വർക്ക് ചെയ്തു. പക്ഷേ 2019 നരേന്ദ്രമോദിയുടെ 2ാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായും നിഷേധാത്മകമായ സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കംപ്ലീറ്റ് ആരോപണങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ സഭാരേഖകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നീക്കം ചെയ്തിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ്. മാത്രമല്ല അദ്ദേഹം കോടതിയുടെ മുന്നിലും മാപ്പ് ചോദിക്കേണ്ടായി. നിരവധി കേസുകളിൽ പ്രതിയാണ്. കോടതി ശിക്ഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഡിഫാമേഷൻ കേസിൽ. ആ തരത്തിലുള്ളൊരു പശ്ചാത്തലവുമുണ്ട്. അപ്പം പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഒരു സംവാദം അല്ലെങ്കിൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സിസ്റ്റത്തിൽ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള വേദിയാണ് പാർലമെൻറ്റ്. യഥാർത്ഥ പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ ഈ വിഷയത്തിലുൾപ്പെടെ, ഈ പരീക്ഷാ വിഷയത്തിലുൾപ്പെടെ അതിനെ ഗവൺമെൻറ്റിനെ ഓരോ വിഷയത്തിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകളെ എണ്ണി പറയിക്കാൻ അവസരം പാർലമെൻറ്റിനകത്താണ് കിട്ടുന്നത്. അത് റെക്കോർഡ് ചെയ്യപ്പെടും, അത് ചരിത്രമായി മാറും. ഇത് ആ തരത്തിൽ ഗവൺമെൻറ്റിനെ മുട്ടുകുത്തിക്കാത്ത രീതിയിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ടാകുന്ന വീഴ്ചകളെ പോലും തുറന്നു കാണിക്കാൻ കഴിയാത്ത തരത്തിൽ പാർലമെൻറ്റിലെ സഭാ നടപടികളിൽ ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി പുറത്തു പോവുകയാണ് ചെയ്തത്. പലപ്പോഴും മറുപടി പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടാവാറില്ല. അത് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന വിഷയത്തിലാണെങ്കിലും അവിടെ ഉറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ഇരിക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററൊക്കെ തന്നെ പലപ്പോഴും സ്പീക്കർ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിഷേധാത്മകമായ സമീപനമാണ്. യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ പ്രതിപക്ഷത്തെ അദ്ദേഹം തകർക്കുക ചെയ്തത്. അവിടെ ഈ 17-ാം പാർലമെൻറ്റിൽ ഏതാണ്ട് 47% പാർലമെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്കിൽ 18-ാം അതായത് 2024 ശേഷമുള്ള പാർലമെൻറ്റിൻ്റെ ലോകസഭയിലെ പ്രൊഡക്ടിവിറ്റി കേവലം 29%. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ വിമർശിക്കാനും എതിർക്കാനുമുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് BJP 10 വർഷം പ്രതിപക്ഷമായിരുന്ന 14, 15 പാർലമെൻറ്റിലെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 87% 2004 മുതൽ 2009 വരെയുള്ള പാർലമെൻറ്റിലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ഔദ്യോഗികമായി നമുക്ക് കണക്കുകൾ അവൈലബിളാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ടായിട്ടുണ്ട്. അതിനുശേഷം 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ രണ്ടാം ഭാഗത്ത് നിരവധി അഴിമതി സംഭവങ്ങളുണ്ട്. എന്നിട്ട് പോലും 67% പ്രൊഡക്ടിവിറ്റി അതിൽ കാണുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് അത് രാഹുൽ ഗാന്ധി വേണുഗോപാൽ എന്നുള്ള തലത്തിലാണ്. അപ്പം ഈ 2 പേര് നയിക്കുന്ന കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ തകർത്തത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ പാർട്ടികളുമായി സർക്കാർ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഒരുപക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്ത്രപരമായ ഒരു തീരുമാനമായിരിക്കാം പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയും അവഗണിച്ചുകൊണ്ട്. കാരണം അവരെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ അവർക്കും കഴിഞ്ഞില്ല. കാരണം ഈ സമരമുഖത്തൊന്നും അവരുണ്ടായിട്ടില്ല. ഇതുവരെ രാഹുൽ ഗാന്ധി CJP എന്നൊരു പാർട്ടി പറഞ്ഞിട്ടില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവും CJP എന്നുള്ള പേര് ഉപയോഗിക്കില്ല. കഴിഞ്ഞ ദിവസം വേണുഗോപാലിനോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ പേര് പറയുന്നില്ല, അത് യുവാക്കളുടെ വിജയം എന്നേ പറയുന്നുള്ളൂ. ആ തരത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ, വിശേഷം കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കിയ ഒരു രാഷ്ട്രീയ സംഭവമാണ്. ആ ജാള്യത മറച്ചു വയ്ക്കാനാണ് ഈ ഒരു നിയമം. അതായത് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഈ നിയമം, നമുക്കറിയാം ഇവിടെ പറയാറുണ്ട് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വീണ്ടും ക്രിമിനൽ ആക്ഷൻസ് ഉണ്ടാകില്ല എന്നുള്ളത്. അത് ശരിയാണ്. പക്ഷേ ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ കർശനമായ ഒരു നിയമമാണ്. ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ 142 കോടി ജനങ്ങളെയും ഇൻവോൾവ് അല്ല. ഇതിലെന്ന് പറയുന്നത് NDAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഇതിൽ അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷ അല്ലെങ്കിൽ നടത്തുന്ന ഏജൻസികളുടെ ഏജൻറ്റുമാരായിട്ടുള്ളവർ, ഇതിൽ എക്സാമിനറായിട്ട് വരുന്നവർ, പരീക്ഷാ കേന്ദ്രങ്ങൾ നടത്തുന്ന ആൾക്കാർ, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സ്. അപ്പം വളരെ ചെറിയ ഒരു സമൂഹമാണ് ഇതിൽ പ്രതിക്കൂട്ടിൽ വരിക. അതുകൊണ്ട് ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കാര്യമായ റിസൾട്ട് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇത്രയും കർശനമായ ഒരു നിയമം, അതായത് മാത്രമല്ല ഡോക്ടർ ജയപ്രസാദ് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി കുറ്റവാളികളെ ശിക്ഷിക്കുന്നതടക്കം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകളാണ് ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചുകൊണ്ട് 3 മാസത്തിനുള്ളിൽ ശിക്ഷ ഉറപ്പാക്കുന്ന അതീവ കർശനമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ആ ബില്ലാണെന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഒരു കാര്യം കൂടെ പറയണ്ടേ, 3 മാസം കൊണ്ട് ശിക്ഷ ഉറപ്പാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് അതിന്റെ അപ്പീൽ 2 മാസം കൊടുത്തിട്ടുണ്ട്. അത് ഡിവിഷൻ അതും അതിനകത്ത് ഉറപ്പാക്കിയിട്ടുണ്ട്.